നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൈലി പവർഫുൾ ആയിട്ടുള്ള ദ വാരിയർ പ്ലസ് ദ ഫാൻറ്റസി. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. എനിക്ക് ഇത് പറയുമ്പം ഒരു ബുക്കിലെ കഥ ഓർമ്മിപ്പിക്കും. ഒരു വാരിയർ ഫാൻറ്റസിയിൽ വീണ് പോയാൽ അയാളുടെ ജീവിതം എത്രത്തോളം നാശപൂർണമായിരിക്കും എന്നുള്ളത് ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വില്യം ഷേക്സ്പിയറിൻ്റെ പ്ലേ അത്. അതിൽ എന്തുകൊണ്ടാണ് ആന്റണി നല്ല ഒറേറ്റർ, നറേറ്റർ, പവർഫുൾ ലീഡറാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പരാജയം വന്നത് എവിടെയാണ് എന്നുള്ളത്. ഫാൻറ്റസിയിൽ വീണു പോയാൽ തനിക്കുള്ള സർവ്വ കഴിവുകളും നഷ്ടപ്പെട്ടു പോകും എന്ന് നമുക്ക് ഷേക്സ്പിയർ ആ കഥയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ട്രാജഡി അത്. അപ്പോൾ ആ ഒരു ട്രാജഡി വരാൻ സാധ്യതയുള്ള ഒരു കോമ്പിനേഷനാണ് മാഴ്സ് രാഹു. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻറ്റൻസ് ആയിട്ടുള്ള പാഷൻ, അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള എനർജി, ഒബ്സസീവായിട്ടുള്ള ഭയങ്കര പൊട്ടൻഷ്യലുള്ള ഒബ്സസീവായിട്ടുള്ള ബിഹേവിയർ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള രീതികൾ, എക്സ്പ്ലോസീവായിട്ടുള്ള ഇവൻറ്റുകൾ ധാരാളമുണ്ട്. ഇവരെ കൈകാര്യം ചെയ്യാൻ ഫാമിലിയിലുള്ളവർക്ക് നല്ല പാടായിരിക്കും. അപ്പോൾ ഇവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന രീതി, അവസരങ്ങൾ, അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടാവുക. രാഹു മാഴ്സ് കോമ്പിനേഷനിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സർജറി, ആക്സിഡൻറ്റ്സ്, വഴക്ക്, അതുപോലെ തന്നെ ഈ പവർഫുൾ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിനെ ഡീൽ ചെയ്യുമ്പോൾ അത് നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജോലിയിലൊക്കെ ചിലവരുടെയൊക്കെ വിരലറ്റ് പോകുന്നത്, അല്ലെങ്കിൽ വണ്ടിക്കിടയിൽ കൈ കയറി പോകുന്നത്, കാല് കയറി പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്തോന്ന് ചുറ്റിക്കെട്ടി വലിച്ചോണ്ട് പോകുന്ന പോലെ ഒരു അനുഭവങ്ങൾ വരും. എപ്പോഴും സോൾ ഡയറക്ഷൻ, ഈ കോമ്പിനേഷൻ്റെ സോൾ ഡയറക്ഷൻ ക്ലോസ്ലി കണക്റ്റഡ് ടു ദ ഭാവ, അതിൻ്റെ സ്വഭാവം എല്ലാം എടുക്കണം കേട്ടോ. അപ്പോൾ ഏത് ഭാവമായിട്ട്, പ്രത്യേകിച്ച് 2, 3, 5, 7, 12, 8 ഈ ഭാവങ്ങളിൽ സ്ത്രീജാതകത്തിലും പുരുഷജാതകത്തിലും ഒക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവരെ സെക്ഷുവൽ തോട്ട്സ് വല്ലാണ്ട് അലട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ടെക്നോളജിക്കലിയും, അതുപോലെ തന്നെ ഹെവി എക്യുപ്മെൻറ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ജോലികൾ, അതേപോലെ ക്രെയിനിൻ്റെ ടെക്നോളജികൾ, അങ്ങനെയൊക്കെയുള്ള മെക്കാനിക്കൽ ഏരിയകളിൽ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസും പുതിയ കാര്യങ്ങളും കൊണ്ടുവരാനും, പുതിയ ഡിസൈൻസ് കൊണ്ടുവരാനും, പുതിയ രീതിയിൽ അതിനെ ആൾക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ അസാമാന്യ കാറിൻ്റെ മേഖലകളുണ്ട്. ഓട്ടോമോട്ടീവ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മേഖലകൾ, ഫ്ലൈറ്റ്, അതിൻ്റെ മെക്കാനിക്കൽ ഡിവിഷൻസ്, പ്രത്യേകിച്ച് മെക്കാനിക്കൽ ഡിവിഷൻസ്, അതുപോലെ തന്നെ സൈന്യം, ആർമി, അതുപോലെ ആർമി എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ കാര്യങ്ങൾ, ജിമ്മിൻ്റെ കാര്യങ്ങൾ, അതിനകത്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനും ഒക്കെ. പൊതുവെ ഈ സിഗ്മ മെയിലാണ് ഞാൻ എന്ന് പറയുന്ന ചില ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഈ മാഴ്സ് രാഹു കോമ്പിനേഷൻ തോന്നും. ഞങ്ങൾ സിഗ്മ മെയിലാണ്, എനിക്ക് ആരെയൊന്നും മൈൻഡ് കാര്യമില്ല, ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വെറുപ്പിച്ച് നടക്കുന്ന ശുദ്ധന്മാരായിട്ടുള്ള പല ആൾക്കാരും മാഴ്സ് രാഹു കോമ്പിനേഷൻ ഉള്ളവരായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നത് പലപ്പോഴും ഇവരുടെ ഒരു തുടക്കകാലങ്ങളിൽ ഇവർക്ക് എന്താ ചെയ്യണ്ടേ, കാരണം ഹൈ എനർജിയാണ്, അപ്പോൾ ഇവർക്ക് എന്താ ചെയ്യണ്ടേ എന്നറിയാതെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 8ാം ഭാവത്തിലാണ് കുജൻ സർപ്പവും കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസർച്ച് മേഖലകളിൽ നന്നായിട്ട്, നിങ്ങളുടേതായ മേഖലയിൽ നിങ്ങൾ ധാരാളം റിസർച്ച് ചെയ്താൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും. 5ാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം, അല്ലെങ്കിൽ ഡിസയറുകൾ നിമിത്തം, സ്ട്രോങ് ഡിസയർ, സ്ട്രോങ് പ്രണയങ്ങൾ നിമിത്തം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, ഹെഡ് ബ്രേക്കിംഗ് ഒക്കെ കണ്ടിട്ട് വഴക്കുണ്ടാക്കി കേസും വഴക്കും ഒക്കെ ആയിട്ട് അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ. 6ലാണെങ്കിൽ ഡിസീസസ്, സർജറീസ്, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരാം. 7ാണെങ്കിൽ മാരേജ് ഒട്ടും ഫ്രൂട്ട്ഫുൾ ആവത്തില്ല, അല്ലെങ്കിൽ ബ്രേക്കപ്പുകൾ വരാം. സെക്സിനോടുള്ള അതിഭീകരമായിട്ടുള്ള താല്പര്യം, നോ ലവ്, നോ ആർട്ട്, ഓൺലി ഫിസിക്കൽ, അങ്ങനെയുള്ള ഒരു ചിന്ത, അതിനപ്പുറമായിട്ട് കാണാൻ താല്പര്യമില്ല. ധർമ്മച്യുതി 9ലാണെന്നുണ്ടെങ്കിൽ ധർമ്മച്യുതി വരാനുള്ള സാധ്യതയുണ്ട്, നിഷേധം വരാനുള്ള സാധ്യതയുണ്ട്.
11ലാണ് നിൽക്കുന്നതെങ്കിൽ തനിക്കുള്ളതെല്ലാം വെച്ചിട്ട് ഭൗതികപരമായിട്ട് വല്ലാണ്ട് സന്തോഷിക്കാനും സുഖിക്കാനും ഒക്കെ ഉള്ളൊരു ശ്രമം. അങ്ങനെ 12ലാണെങ്കിൽ 12 ചൊവ്വയും രാഹുകൂടെ നിൽക്കുന്ന ഒരു തല്ലിപ്പൊളി യോഗം കേട്ടോ. പോക്സോ വരെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് രാഷ്ട്രീയ ഗുണ്ടകളായിട്ടൊക്കെ ഇരുന്നിട്ട് പിന്നെ പോക്സോ ഒക്കെ വന്നിട്ടുള്ള പലരെ നോക്കിയപ്പം അങ്ങനെ 1-2 പേരുടെ നോക്കിയപ്പോൾ അതിനകത്ത് ഈ 12 കുജസർപ്പ യോഗം കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇത് പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് കൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പം എന്തുകൊണ്ട് എനിക്കത് വന്നില്ല, എന്തുകൊണ്ട് എനിക്കത് വരും എന്നുള്ളത് ഒബ്സർവ് ചെയ്യാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. രാഹുവിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കുജന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഏത് ഭാവത്തിലാണ്, ഏത് രാശിയിലാണ്, ഏത് നക്ഷത്രത്തിലാണ് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം ഫൈനലായിട്ട് തീരുമാനിക്കണം. അല്ല ഞാനിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ കമൻറ്റ് ചെയ്ത് കൊല്ലാൻ നിൽക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് ഇതൊക്കെ വന്നു എന്നുള്ളത് നമ്മൾ വീണ്ടും 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 വിശകലനം ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തു വേണം കേട്ടോ. അതുപോലെ തന്നെ രാഹു പ്ലസ് മാഴ്സ് റെട്രോഗ്രേഡ്. ഞാൻ റെട്രോഗ്രേഡ് അതായത് വക്രഗ്രഹങ്ങളുടെ ഫലം നമ്മൾ ഭാവിയിൽ പറയുന്നുണ്ട്. ഒരു സീരീസ് എന്തായാലും ഞാൻ ചെയ്യാം. ഈ രാഹു മാഴ്സ് റെട്രോഗ്രേഡായിട്ട് രാഹുവിനോടൊപ്പം യോഗം ചെയ്യും. 5 ഡിഗ്രിക്കൊക്കെ ഉള്ളിൽ ഇത് വരികയും ചെയ്താലുണ്ടല്ലോ, പ്രൊഫഷണൽ സക്സസ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു രക്ഷയും ഉണ്ടാവില്ല. അത്ര കഴിവായിരിക്കും, ഭയങ്കര പവർഫുൾ ആയിരിക്കും. അവരുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ അവർക്ക് ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും വ്യക്തിത്വം ഉണ്ടായിരിക്കും. ഒരു പൊക്കക്കുറവും തടി വെക്കും, അഗ്രസീവായിട്ടുള്ള നേച്ചർ, പെട്ടെന്ന് ചൂടാവാനുള്ള സാധ്യത, ഒക്കേഷണലി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന സ്മോക്കിങ്, ഡ്രിങ്കിങ്, ഇതിൻ്റെയൊക്കെ ഒരു അഡിക്ഷൻ, ഉറക്കമില്ലായ്മ, ജോലിക്ക് വേണ്ടി ധാരാളം താൻ ഇഷ്ടപ്പെടുന്ന ജോലിക്ക് വേണ്ടി നന്നായിട്ട് കഷ്ടപ്പെടുക, നല്ലൊരു നെഗോഷിയേറ്റർ ആവാം, നല്ലൊരു സൈന്യാധിപനാവാം, ആർമി ലീഡൊക്കെ ആവാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആൻഡ് ഫിനാൻഷ്യൽ രീതികൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. അതുപോലെ തന്നെ ഈ രാഹു കുജയോഗം ഉണ്ടാകുമ്പോൾ ഈ കുജൻ്റെ ദശ നടക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞങ്ങ് പോകും കേട്ടോ. എന്തെങ്കിലും കണ്ടിട്ട് നമ്മളങ്ങ് എടുത്തിയാടും. ഈ ബിസിനസ് ചെയ്താൽ നമുക്ക് സക്സസ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓവർ കോൺഫിഡൻസ് നിമിത്തം എടുത്തിയാടി. ആര് പറഞ്ഞാലും ആ സമയത്തൊന്നും കേൾക്കത്തില്ല. ചിലപ്പം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഒന്നുമില്ലായ്മയുടെ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. രാഹു കുജ കോമ്പിനേഷൻ ആ സമയത്ത് അതിൻ്റെ ദശയോ അപഹാരമോ നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് വിചാരിക്കും 100% സക്സസ് റേറ്റ് ഉണ്ടാവുമെന്ന് തോന്നിയാൽ പോലും ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്. ക്ഷമയോടെ കാത്തിരിക്കണം. അക്ഷമരാണ് എന്നറിയാം, എന്നാലും ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്കും ഇവരുടെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ കൊണ്ട് ഇവരൊരു ലെവലിലേക്ക് എത്തുമ്പം സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു ദുര്യോഗം എന്ന് പറയുന്നത് ചിലപ്പം എന്തെങ്കിലും രോഗങ്ങളും സർജറികളും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടാകും. ഇല്ല ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അറ്റാച്ച്മെൻറ്റ് വേണ്ട കാലഘട്ടത്തിൽ ശ്രദ്ധിക്കാൻ ഒട്ടിവർക്ക് കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും ഒരു സ്നേഹം കിട്ടാത്ത ഒരവസ്ഥ, ഒരു ഒറ്റപ്പെടൽ, ഒരു പിരിമുറുക്കം ഉണ്ടാവും. അതിൽ നിന്നും നിസ്സഹായത കൊണ്ട് വാസ്തവത്തിൽ നന്നാവാൻ ശ്രമിക്കണം. ആ സമയത്ത് നമ്മൾ സോളിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്താ അറിയോ, എല്ലാവരോടും ഒരു വല്ലാത്ത ദേഷ്യവും ഈഗോയും അത് കാരണമുണ്ടാകുന്ന വയലൻസുകളും വഴക്കും ഒക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും അകന്നകന്നകന്ന് പോകുന്നത് പോലെയും നമുക്ക് ഫീൽ ചെയ്യും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. രാഹു ഒരു ഫാൻറ്റസിയാണ്, കുജൻ ഒരു യോദ്ധാവാണ്. ഇത് ഒരുമിച്ച് യോഗം ചെയ്യുമ്പം ഫാൻറ്റസികളിലേക്കും ആവശ്യങ്ങളിലേക്കും ഭൗതിക ലോകങ്ങളിലേക്കും നിങ്ങൾ നിങ്ങളുടെ എനർജി യൂസ് ചെയ്യും, ശൗര്യം യൂസ് ചെയ്യും, നിങ്ങളുടെ ഗൗരവം യൂസ് ചെയ്യും, നിങ്ങളുടെ ക്രോധം യൂസ് ചെയ്യും. ഇതൊന്നും മോശമാണെന്നല്ല, ക്രോധം മോശമല്ല, ശൗര്യം മോശമല്ല, ഒന്നുമല്ല. ഒരു യോദ്ധാവ് സാധാരണ ജനങ്ങളുടെ അടുത്ത് തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരുടെ ഇടയിലേക്ക്, തൻ്റെ പ്രജകളുടെ ഇടയിലേക്ക്, താൻ ചേർത്ത് നിർത്തേണ്ടവരുടെ ഇടയിലേക്ക്, തൻ്റെ തേരാളികളുടെ ഇടയിലേക്ക്, തന്നെ കൂടെ ഉണ്ടാവേണ്ട ആൾക്കാരുടെ ഇടയിലേക്ക് തൻ്റെ ശൗര്യം കാണിച്ചാൽ ആ വാരിയർ ഒരു ക്രൂരനായി മാറും. അല്ലേ? അങ്ങനെയല്ലേ ഒരു ക്രൂരനായി മാറുന്നത്. അതേ സമയത്ത് ഇതേ ശൗര്യം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തൻ്റെ രാജ്യത്തെയും
തൻ്റെ ജീവിതത്തെയും തനിക്കുള്ള ചുറ്റുപാടുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യാനും മുന്നോട്ട് നയിക്കാനും കഴിയുന്ന ഒരു സൈന്യാധിപൻ്റെ റോളായിട്ട് ജീവിതത്തെ മാറ്റിയാൽ നിങ്ങൾ തീർത്തും എല്ലാം തികഞ്ഞ ഒരു യോദ്ധാവായിട്ട് മാറും. അപ്പോൾ എല്ലാവരും പറയും ദേഷ്യവും കാര്യമൊക്കെ ഉണ്ടാവും, പക്ഷെ ആൾ നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയാം. അത് ഒരേ കാര്യം തന്നെ. രാഹു നിൽക്കുന്ന ഭാവം നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിലും ഉപയോഗിക്കാം. ഇതിലേത് വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. അപ്പം രാഹുവിനോടൊപ്പം ഉള്ള വാരിയറിൻ്റെ കുജൻ്റെ കോമ്പിനേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു കോമ്പിനേഷനുമായിട്ട് വരാം. നമസ്കാരം.